ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സർ, ഇത് ഈ നമ്മുടെ മറ്റൊരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ടെമ്പർ. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം അതും ഈ പറഞ്ഞ മാതിരി നമ്മുടെ പ്രേക്ഷകരിൽ ഒരാൾ ചോദിച്ച കാര്യമാണ്. കൺട്രോൾ തീരെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതിനെ കുറിച്ചാണ് സർ. അപ്പൊ ഒന്ന് പറയാം. ടെമ്പർ, ദേഷ്യം, സന്തോഷം, സങ്കടമൊക്കെ നമ്മളെ മനുഷ്യന്റെ ഓരോ ഇമോഷൻസ് ആണ്. അപ്പൊ അത് പുതുതായിട്ട് വന്നതാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് വളരെ കാമായിട്ട് ഒരാളായിരുന്നു നിങ്ങൾ. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ടെമ്പർ തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിൽ വേറെ കുറെ കാര്യങ്ങളാണ് പോവാ, എസ്പെഷ്യലി ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ. കാരണം ഇതുവരെ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആരും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ തൊട്ടതിനെ പിടിച്ചതിനൊക്കെ ഭയങ്കര ദേഷ്യമാണ്, ഒന്നിനും ക്ഷമ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് മൈൻഡിൽ എന്തൊക്കെയോ ഒതുങ്ങിക്കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഡിസ്റ്റർബൻസിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നിങ്ങൾ കാണിക്കുന്നത് ടെമ്പർ പുറത്തോട്ട്. അത് ചിലവർ മൂടിയായിട്ടിരിക്കുന്നവരുണ്ട്. ഇങ്ങനത്തെ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുമ്പോൾ വീട്ടിൽ നിന്ന് എടുക്കും പുറത്തിറങ്ങാതെ അടങ്ങി ഒതുങ്ങി റൂം അടച്ചുപൂട്ടി ഒന്നിനും താല്പര്യമില്ലാതിരിക്കുന്നവരുണ്ട്. ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നവരുണ്ട്. ഒന്നിനും താല്പര്യമില്ല, താടിയും മുടിയും വളർത്തി ആകെ ഒരു വികൃതമായ രൂപത്തിൽ നടക്കുന്നവരുണ്ട്. എന്നാൽ ചിലവർ ഭയങ്കര ഇമോഷനായിട്ട് കാണിച്ചിട്ട് അങ്ങനെ ഉണ്ട്. ചിലവർ ഡ്രിങ്ക്സും ആൽക്കഹോളും ലഹരികളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചോദിച്ചാൽ പറയും അങ്ങനെ ഭയങ്കര വിഷമം കാരണം എനിക്കത് സീരിയസ് അയക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരുണ്ട്. ചിലവർ അവരുടെ ഒരു രീതിയായിരിക്കും ഈ ദേഷ്യമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സമീപകാലത്തിൽ മാത്രമേ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഇൻസിഡൻസ് നിങ്ങൾ ജോബ് പ്ലേസിലാണെങ്കിലും നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സിനായിട്ട് എന്തെങ്കിലും തെറ്റിയാൽ പോലും മതി. ഇപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളൊരു ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട്, ആ ഫ്രണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടായി തെറ്റിപ്പോയാൽ പോലും നിങ്ങൾ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ അത് നിങ്ങളെ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കാണിക്കുന്നത് ആങ്കർ ആയിരിക്കും. അത് വീട്ടുകാരോടും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരോടത്തായിരിക്കും കൂടുതൽ പ്രകടമാവുക. അപ്പോൾ ഇതൊക്കെ കുട്ടികളൊക്കെ സംബന്ധിച്ച് വരുമ്പോൾ നമ്മൾ പറയും അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് കൂടുതൽ ദേഷ്യം കാണിക്കുക. അപ്പോൾ എനിക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുക എൻ്റെ വൈഫിൻ്റെ അടുത്തും എൻ്റെ കുട്ടികളുടെ അടുത്തും എൻ്റെ ഉപ്പടുത്തും ഉമ്മടുത്തുമാണ്. കാരണം അത് എനിക്ക് എപ്പോഴും എൻ്റെ സർക്കിളാണെന്നുള്ള തോന്നൽ എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ അവിടെ കാണിക്കും. അത് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇമോഷനാവും. പെട്ടെന്ന് നന്നായി കഴിഞ്ഞാൽ നേരെ തിരിച്ചു ആവും. പക്ഷെ പുറത്തുള്ള ആൾക്കാരുടെ അടുത്തേക്ക് വരും. ഇവിടുന്നും തീരുമാനമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ എക്സ്ട്രീമായിട്ടൊരു ഡിസിഷനൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാതെ പോകുമ്പോൾ അത് പബ്ലിക്കിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ പല റീസൺ ഉണ്ട്. അപ്പോൾ എന്താ റീസൺ എന്നുള്ളത് കണ്ടെത്തണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നതാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യണം. എന്തെങ്കിലും വീട്ടിലെ ഇഷ്യൂസോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൗൺസിലിങ്ങിലൂടെ അങ്ങനെയൊക്കെ വെന്റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തീർക്കണം. അതല്ല ആ രീതിയിൽ തെറ്റാൻ പറ്റാത്തതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എന്താ പറയുക ഒരു സാഡ്നെസ് ഒക്കെ ഒന്ന് പോകാനും സന്തോഷം കിട്ടാനും ഒരു മൂഡ് ഔട്ടൊക്കെ പോകാനുള്ള ചില മെഡിസിൻസ് ഒക്കെ ഉണ്ട്, ആൻറ്റി ഡിപ്രസൻറ്റ് ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചാൽ നിങ്ങൾക്കൊരു മനസ്സിന് ഒരു പ്രതിരോധ ശക്തി കിട്ടും, മനക്കരുത്ത് കിട്ടും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ അങ്ങോട്ട് അലട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പ്രവൃത്തികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനോടനുബന്ധിച്ച് വന്ന ദേഷ്യമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും, അത് കുറയും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന അതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ടുണ്ട് ആങ്കറൊക്കെ. അതൊക്കെ ആ അസുഖത്തിന് ട്രീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് സബ്സൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സിംറ്റംസ് സബ്സൈഡ് ചെയ്യുമ്പോൾ ആ ദേഷ്യങ്ങളും സബ്സൈഡ് ചെയ്യും. അതല്ല അതായത് പേഴ്സണാലിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ചില ആൾക്കാർ പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് ജമ്പ് ചെയ്യുന്നതും എടുത്തുചാട്ടങ്ങളും അങ്ങനെയൊക്കെയുള്ള കേസുകളുണ്ട്. അങ്ങനെയൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ ത്രൂ ഔട്ട് നിങ്ങളെ ലൈഫ് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അച്ഛനോട് അമ്മനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇവള് പഠിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ്, സ്കൂളിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളാണ്, കുട്ടികളായിട്ട് പ്രശ്നങ്ങളാണ്, അങ്ങനെ പറയുമ്പോൾ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പേഴ്സണാലിറ്റീൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ചില കൗൺസിലിങ്ങിലൂടെയും ടെക്നിക്സിലൂടെയൊക്കെ എടുക്കാം. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. അല്ലാത്തതായിട്ട് വരുന്ന പുതുതായിട്ട് വന്നിട്ടുള്ള ദേഷ്യങ്ങളും അങ്ങനെയൊക്കെയുള്ള എടുത്തുചാട്ടങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചില മെഡിക്കേഷൻസിൻ്റെ സഹായത്തോടൊക്കെ നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാം. അത് ഏർലി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചില കൗൺസിലിങ്ങിലൂടെയും അഡ്വൈസിലൂടെയൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാനും പറ്റും. പക്ഷേ ഇത്തരം ദേഷ്യങ്ങളൊക്കെ നമ്മൾ ചില ഇടത്ത് നമുക്ക് ഭയങ്കര നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. മറ്റുള്ളവർ ഇപ്പോൾ നമ്മളെ പറ്റിയിട്ട് എന്താണെന്നൊന്നും അറിയണില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ ആളുകൾക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻസ് ഭയങ്കര ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ സോറി പറഞ്ഞാലൊന്നും പെട്ടെന്ന് അവരെ മൈൻഡിൽ നിന്ന് മാറിപ്പോവില്ല. അതിനപ്പുറമുള്ള ഭരണം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം.
അങ്ങനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്, എല്ലാവരും നമ്മളെ പറ്റിയിട്ട് അങ്ങനെ ഒരു ഇവാലുവേഷൻ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തോ ഒരു പൊരുളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നമ്മുടെ പ്രേക്ഷകർ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളെ മനസ്സിനെ വളരെയധികം ആകുലപ്പെടുത്തുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളോട് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്. അതൊരു തീർച്ചയായിട്ടും ഉപകാരപ്രദമായി മാറട്ടെ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.